അർജുൻ കല്യാട്, ഇനിയും മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ കളക്ടറും എസ് പിയൊക്കെ എത്തിയതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി എന്ന് പറയാൻ ഇതൊരു നീന്തൽ മത്സരമൊന്നുമല്ലല്ലോ. തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് ഇതിനകത്തൊക്കെ ഒരു കൃത്യമായ തോതിലുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു നിമിഷം പോലും വൈകുന്ന ഒരു നിലപാട് ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. പക്ഷേ എങ്കിൽ കൂടി ഓരോ സെക്കൻഡ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നു, ഏകദേശം 30ഓളം ദിവസം നമ്മൾ കാത്തിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും അനുകൂലമായ കാലാവസ്ഥയുണ്ട്, അനുകൂലമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, അതിനുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൃത്യമായ തോതിലുള്ള ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നത് വലിയ തോതിൽ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ. യാതൊരുവിധ എനിക്കൊന്ന് പോലീസ് വീണ്ടും മാധ്യമപ്രവർത്തകരെ നീക്കുന്നു. മാധ്യമപ്രവർത്തകരെ എന്തിനാണ് നീക്കുന്നത്? അവിടുന്ന് അതാ ട്രാഫിക് തുറന്നു കൊടുത്തിരിക്കുന്ന വഴിയല്ലേ? ട്രാഫിക്കിന് തുറന്നു കൊടുത്ത് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന വഴിയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന എന്താ വിലക്ക്? അല്ലല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല അർജുൻ കല്യാട്. അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുക, നമുക്കതിന്റെ നിയമപരമായ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. 144 പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥലത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുവാദം കൊടുക്കാൻ കഴിയില്ല. പത്ത് മിനിറ്റ് മുമ്പ് തന്നെ തെരച്ചിൽ തുടങ്ങാമായിരുന്നു. ആ മാധ്യമങ്ങളെ ഇപ്പോൾ മാറ്റുകയാണ് ചെയ്തത്. വീണ്ടും ഇത്തരം ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് എന്തിനാണ് ഈ ഭരണകൂടം ഉണ്ടാക്കുന്നത്? ഒരു ഭാഗത്ത് MLA വളരെ കഷ്ടപ്പെട്ട് സാഹചര്യമൊരുക്കും, മറുഭാഗത്ത് ജില്ലാ ഭരണകൂടത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിരുന്ന് ഉത്തരവിടും. ആ ഉത്തരവിട്ട് ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് പബ്ലിക് ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അത് ന്യായമായൊരു കാര്യമാണ്. കാരണം മാധ്യമങ്ങളെ അവിടെ നിന്ന് മാറ്റണം. മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് സമ്മർദ്ദമേറുന്നു. തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടത്തിന് സമ്മർദ്ദമേറും. അരുൺകുമാർ, അതായത് ഇതിനകത്തൊക്കെ കൃത്യമായ തോതിലുള്ള അനാസ്ഥ അല്ലെങ്കിൽ ഒരു അലംഭാവം ഇവരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്രയും നേരം, അതായത് ഏകദേശം 1.5 മണിക്കൂറായി നമ്മൾ ഇവിടെ നിൽക്കുന്ന തത്സമയമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു. ആ സമയത്തൊന്നു പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തി അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. പക്ഷെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ജില്ലാ കളക്ടർ എത്തുന്നില്ല. മാൽപ്പേ പോലും ഇവിടെ സജ്ജമായി. എന്ത് വർക്കാണ്? കരയിലൊരു വർക്കും ഇല്ലല്ലോ അർജുൻ കല്യാൺ. പുഴയിലല്ലേ ഡൈവിംഗ് നടത്തുന്നത്. കളക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വരവറിയിച്ചതിന് ശേഷം മാത്രം പുഴയിലേക്ക് ഇറങ്ങാൻ ഇത് പ്രത്യേക ചടങ്ങോ കല്യാണ ചടങ്ങോ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് വീണ്ടും അവിടെ തടയുന്നു. മറ്റ് വാഹനങ്ങളെ തടയുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? വാഹനങ്ങൾക്ക് കടന്നു പോകാമല്ലോ അല്ലേ അർജുൻ? വാഹനങ്ങൾക്കൊക്കെ കൃത്യമായ തോതിൽ കടന്നു പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ യാതൊരുവിധ തടസ്സവുമില്ല. മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമുള്ളത്. മറ്റൊരു സംവിധാനത്തിനും ഇവിടെ പ്രശ്നമില്ല. കൃത്യമായ തോതിൽ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ ഗതാഗതം പോലും മറ്റേതെങ്കിലും തരത്തിൽ. ഇത് ജിതിനെയും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ടോ? ജിതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. ഒന്ന് MLA വിളിക്കണം. ഇത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? MLA ഒരു ഭാഗത്തെ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വരും, ജില്ലാ അതോറിറ്റി അത് പൂർണ്ണമായും നശിപ്പിക്കും. അവിടെ എന്താണത് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ജിതിൻ എന്താ സംഭവം? ജിതിൻ എന്താണ് ഇവർ പറയുന്നത്? ജിതിൻ നമ്മളോടൊപ്പം ഉണ്ട്, ചോദിക്കൂ. എന്താ ഇപ്പൊ അറിയില്ല. ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ ഇവിടെ സുഗമമായിട്ട് നിൽക്കുന്നില്ല. ഒരു തടസ്സവും ഇവിടെ റോഡ് തടസ്സമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്നൊരു പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഇവിടുന്ന് മൊത്തം ആ പ്രദേശത്ത് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ തെരച്ചിൽ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ജില്ലാ കളക്ടർ അനുമതിക്ക് വേണ്ടി മാൽപ്പേ കാത്തിരിക്കുക. അപ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്കൊരു സമ്മർദ്ദമേറുന്നതുകൊണ്ട് നമ്മളെ പരമാവധി മാറ്റുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം.
അല്ല, അങ്ങനെ ഒരു മാറ്റേണ്ട ഒരു സാഹചര്യം നമ്മളിവിടെ അക്രമം കാണിക്കാനോ അല്ലെങ്കിൽ ഇവരെ സംവിധാനത്തെ അടിച്ചമർത്താനോ വന്ന ആൾക്കാരല്ലല്ലോ. നമുക്ക് ഈ അർജുനെയും മറ്റ് രണ്ടുപേരെയും കണ്ടെത്താൻ ലക്ഷ്യത്തോട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളോട് ഇപ്പോൾ ഇവിടുന്ന് മാറാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, ഇതിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ബന്ധുക്കളായിട്ടുള്ളവർക്ക് ഇതിനകത്ത് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പെർമിഷനൊക്കെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അനുമതി നൽകിയതാണ്. മന്ത്രിതലത്തിലുള്ള സംഘങ്ങളൊക്കെ ഇവിടെ എത്തുമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും പാലിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതെ, ഞങ്ങളോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു നോക്കാം. ഇനി അവർക്ക് അറിയാനുണ്ടാവില്ല. ഞങ്ങൾ ചിലപ്പം അർജുൻ്റെ റിലേറ്റീവ് ആണെന്നുള്ളതൊന്നും അറിയാറുണ്ടാവില്ല. അതായിരിക്കും നോക്കും. ഞാൻ സംസാരിച്ച് നോക്കാം. അല്ല, ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ലല്ലേ, അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവരെ ഇന്നലെയൊക്കെ അവരെവിടെയായിരുന്നു, എവിടെയായിരുന്നു ഇന്നലത്തെ സംവിധാനങ്ങളൊക്കെ? ഇന്നലെ എത്ര സുഗമമായിട്ട് ഈശ്വർമാലിപ്പോൾ ഇറങ്ങി. ഇന്ന് നോക്കൂ, അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നാടകീയമായ രംഗങ്ങൾ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അരുൺ, അതായത് ജിതിൻ പറയുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? അവിടെ ഒരു അനാസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. ആ അനാസ്ഥയെ പിന്നീട് മാധ്യമങ്ങൾ പോയി, റിപ്പോർട്ടർ അടക്കമുള്ള വാർത്താസംഘം പോയി തുടർച്ചയായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ സിസ്റ്റം ഒന്ന് ചലിച്ചു തുടങ്ങിയത്. സിസ്റ്റം ചലിച്ചു തുടങ്ങി കഴിഞ്ഞ 30 ദിവസമായി. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. 6 നോട്ട്സ് ഉണ്ടായിരുന്ന ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 2 നോട്ട്സായി തീർന്നിട്ടും ഈ ഭരണകൂടം അനങ്ങാത്ത ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ് ഈ തെരച്ചിൽ തുടരണമെന്നുള്ളത്. അങ്ങനെ സാങ്കേതികമായി തുടരാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇടപെട്ട് ഡ്രഡ്ജർ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്ന് അന്വേഷിക്കുന്നു. ഈ കാഴ്ച നിങ്ങൾ നോക്കൂ. അവിടെ കാത്തിരിക്കുകയാണ് ഈ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഈശ്വർ മാൽപേ. ആ ഈശ്വർ മാൽപേയ്ക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിലും കളക്ടറും ബാക്കി ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയതിനു ശേഷം മുങ്ങിയാൽ മതി എന്ന് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഈ നിമിഷങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിസിബിലിറ്റി കൂടുതലുള്ള അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് വേണം പൂർണ്ണമായിട്ടും അവിടെ മുങ്ങി ഈ പറയുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് ലോറി സ്പോട്ട് ചെയ്യാൻ. അവിടെയാണ് പോലീസ് വീണ്ടും ഒരു അനാവശ്യമായ ഷോ കാണിക്കുന്നത്. ഇതെന്തിനാണ് പോലീസിൻ്റെ ഈ ഷോ? ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമപ്രവർത്തകർ അവിടെ എന്ത് തടസ്സമാണ് സൃഷ്ടിക്കുന്നത്? ആ പ്രദേശത്ത് നിലവിൽ 144 പ്രഖ്യാപിച്ചിട്ടില്ല. അത് പൊതുഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന പ്രദേശമാണ്. അവിടെ എല്ലാ വാഹനങ്ങളും, സ്വകാര്യ വാഹനങ്ങളും ട്രക്കുകളും ബസ്സുകളും പോകുന്നുണ്ട്. ഒരു ട്രാഫിക്കിനെയും അവിടെയുള്ള റിപ്പോർട്ടറാണെങ്കിലും ശരി, ഏഷ്യാനെറ്റ് ആണെങ്കിലും ശരി, 24 ആണെങ്കിലും ശരി, മാതൃഭൂമിയോ മാധ്യമമോ മീഡിയ വണ്ണോ മനോരമയോ ഒരു മാധ്യമവും അവിടെ തടസ്സപ്പെടുത്തുന്നില്ല. എല്ലാവരും ആ തീരത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രേക്ഷകർ ഇന്ന് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളല്ലേ. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇത് തുടർച്ചയായിട്ട് ലൈവ് ചെയ്താൽ ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് അവിടെ നിൽക്കേണ്ടി വരും. ഇത് സമ്മർദ്ദമുണ്ടാവുന്നു. ഉദ്യോഗസ്ഥർ ആ പണി ചെയ്യണം. ആ പണി ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷവും ഭരണപക്ഷവും പോലീസും ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തുകൊണ്ടാണ് ഇത് കർണാടകയിൽ നടക്കാത്തത്? അപ്പോൾ കർണാടക എന്താ മറ്റൊരു രാജ്യമാണോ? മറ്റു രാജ്യത്തെങ്കിലും നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത നിയമം കർണാടകയ്ക്ക് ബാധകമാകുന്നത് എങ്ങനെയാണ്? 144 ആണെങ്കിൽ ശരി, കരയിൽ നിന്നൊരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ശരി. ഇപ്പോൾ ഇത് പുഴയിൽ പൂർണ്ണമായും ഒരു സ്കൂബ വിദഗ്ധൻ, അതായത് ഈശ്വർ മാൽപേ എന്ന നീന്തൽ വിദഗ്ധൻ മാത്രം ഡൈവ് ചെയ്യാൻ പോകുന്നൊരിടത്ത് മാധ്യമങ്ങൾ ദൃശ്യം പകർത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. അതെന്തായാലും അംഗീകരിക്കാനാവില്ല. നമ്മളതിനെ നിയമപരമായി നേരിടും. തീർച്ചയായിട്ടും അർജുൻ കല്യാൺ, ആ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തും. മറ്റ് സംഘർഷത്തിനൊന്നും നമ്മളില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ നമുക്ക് സാധ്യമാവുന്ന ആംഗിളുകളിൽ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതെന്തുകൊണ്ട് വൈകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. കാരണം ഏകദേശം 20 മിനിറ്റായി ഈശ്വർ മാൽപേ വസ്ത്രം ധരിച്ച് ആ കരയിലിരിക്കാൻ തുടങ്ങിയിട്ട്.